കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരു പേഷ്യൻ്റ് വളരെ സങ്കടത്തോടെ ചോദിച്ചു, ഡോക്ടറെ നിങ്ങളുടെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. നിങ്ങൾ PCODയെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും ക്യാൻസറിനെക്കുറിച്ചും എല്ലാം വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെപ്പോലുള്ള സ്ത്രീകളെ നിങ്ങൾ മറന്നുപോയോ എന്ന്. ഞാൻ ചോദിച്ചു, എന്താണത്? അവർ പറഞ്ഞു, അത് മെനോപോസൽ സിൻഡ്രോം, പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമും അതിനോട് അനുബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തുകൂടെ എന്ന്. ഇത് ചോദിച്ച ആ സുഹൃത്ത് കൂടിയായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിന് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ, തിരുനാവായ. എന്താണ് പോസ്റ്റ് മെനോപോസൽ ഇഷ്യൂസ് എന്ന് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസിക പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ സുഹൃത്ത് അങ്ങനെ ചോദിച്ചത്. ഇതിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഗർഭാവസ്ഥയിലാണ്. ആയുസ്സിനെ പല ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ഒരു കാലഘട്ടം കുഞ്ഞിൻ്റെ, അതേ സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ അതുകൂടി ഈ കുഞ്ഞിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞ് വളർന്ന് വലുതാവുന്നത്. കുഞ്ഞ് പുറത്ത് വരുന്ന കാലം തൊട്ട് ജാതമാത്ര നാറ്റോളജി എന്ന് പറയുന്ന ജനിച്ച സമയത്തുള്ള കുഞ്ഞ്, പിന്നെ നമ്മളിപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാതെ പറയുമ്പോൾ 16 വയസ്സ് വരെ ബാല്യം എന്ന കാലവും, പിന്നീട് കൗമാരവും, അത് കഴിഞ്ഞ് യുവത്വവും, അത് കഴിഞ്ഞ് മിഡിൽ ഏജ് എന്ന് പറയുന്നതിന് പ്രൗഢ എന്ന ഒരു വേർഡ് കൂടി ആയുർവേദത്തിലെ ചില ആചാര്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഏറ്റവും പ്രൗഢിയോടുകൂടി യുവത്വം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണത്. അത് ഏകദേശം മെനോപോസിൻ്റെ തൊട്ട് അടുത്തുകൂടി ആയിരിക്കും. അത് കഴിഞ്ഞ് വാർദ്ധക്യം, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മെനോപോസിൻ്റെ സിൻഡ്രോംസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നേരം വൈകിയുള്ള കല്യാണങ്ങളും അത് കഴിഞ്ഞ് പ്രസവം എല്ലാം കഴിഞ്ഞ് ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്ന് അവരുടെ നല്ലൊരു ഘട്ടമാകുമ്പോഴത്തേക്ക് മെനോപോസിൽ എത്തുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. ഏർലി മെനോപോസ് ഇപ്പോൾ വളരെ വ്യാപകമാണ്. ഇതിനുള്ള ഒരു പ്രധാന കാരണം യുവത്വത്തിലും ബാല്യത്തിലും പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള സംരക്ഷണം കിട്ടാത്തത് തന്നെയാണ്. പിന്നെ ഭക്ഷണം, ജീവിത രീതി, ഇവയിലൊക്കെയുള്ള വ്യതിയാനങ്ങൾ കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെയാണ് മെനോപോസൽ ഇഷ്യൂസ് കൂടി വരുന്നത്. മെനോപോസ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് 40 മുതൽ 52 വരെ, 40 മുതൽ 52 വയസ്സിന് ഇടയിലായിരിക്കാം പലപ്പോഴും മെനോപോസ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ മുമ്പ്, മെനോപോസിന് മുമ്പായിട്ട് പ്രീ മെനോപോസൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് കുറേ സിംറ്റംസും ബുദ്ധിമുട്ടുകളും കാണിക്കാം. പിന്നെ മെനോപോസ് ആയി കഴിഞ്ഞതിന് ശേഷവും പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് അതിലാദ്യം ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക് നോക്കാം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ടത് ഹോട്ട് ഫ്ലഷ് എന്ന് വിളിക്കുന്ന ശരീരമാസകലം ചൂട്, പിന്നെ രാത്രിയിൽ സ്വെറ്റ്, നല്ല ഭയങ്കരമായിട്ട് രാത്രിയിൽ വിയർക്കുക, പിന്നെ കൈകാൽ കടച്ചിൽ, ഇറിറ്റബിലിറ്റി, എല്ലാ കാര്യങ്ങളോടും ഒരു ഇറിറ്റേഷൻ തോന്നുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആവുമ്പോൾ പലരും നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ തുടങ്ങും. ഇത്തരം ആളുകൾ മീൻസ് അവർക്ക് വേഗം ദേഷ്യം വരും. അങ്ങനെയുള്ള ഇപ്പോൾ കോളേജുകളിലൊക്കെ ഉള്ള ലെക്ചേഴ്സ്, അതല്ലെങ്കിൽ നഴ്സസ്, ഡോക്ടേഴ്സ്, പിന്നെ നമ്മൾ ഒരു കൂട്ടമായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളിലും ഇതൊരു ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ വീട്ടിലും ഇതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇറിറ്റബിലിറ്റിക്ക് പല കാരണങ്ങളുണ്ട്. കാരണം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഒരു സോഫ്റ്റ്നെസ് കുറഞ്ഞു വരും. സോഫ്റ്റ്നെസ് വളരെയധികം ഈസ്ട്രോജനായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈസ്ട്രോജൻ വളരെ കൂടുതലുള്ള ആളുകൾക്ക് വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സ്വഭാവം വരുന്ന ഒരു നേച്ചറും ഉണ്ട്. ഇത് ഇല്ലാതെ ആകുമ്പോഴത്തേക്ക് ഇറിറ്റബിലിറ്റിയും അതുകൊണ്ട് ദേഷ്യവും സങ്കടവും വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് മോഡേണിൽ പറയുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഹോർമോൺ റീപ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, അത് വന്ന സയൻറ്റിസ്റ്റ് അവർ തന്നെ പറയുന്ന ചില പഠനങ്ങളുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനും സ്ട്രോക്കിനും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കാരണമാണെന്ന് ഓതൻറ്റിക് ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള സോഴ്സിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണ്
പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയുർവേദം ആയതുകൊണ്ട് തിരിച്ച് അതിലേക്ക് തന്നെ വരാം. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണെങ്കിലും മെനോപോസിന് ശേഷം ഹാർട്ട് അറ്റാക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. പിന്നെ അതുപോലെ മറ്റൊരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിൻ്റെ തൊട്ട് മുന്നിലുള്ള അവസ്ഥയും വളരെ കൂടുതലാണെന്ന് വെച്ചാൽ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരികയാണ്, കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഇതിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, പാല് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് പഴയ കാലത്ത് മീൻസ് യുവത്വത്തിലൊക്കെ പാല് കൂടുതൽ കഴിക്കുന്നത് ഇങ്ങനെ ഓസ്റ്റിയോപോറോസിന് കാരണമാവും, ബോണിൽ കാൽസ്യം വന്ന് അടിയും എന്നൊക്കെ. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് തെറ്റാണെന്നാണ്. ഇത്തരം അവസ്ഥകളിൽ ശരിക്കും പാലും പാലുൽപ്പന്നങ്ങളും ഹെൽപ്ഫുള്ളാണ്. പാല് കൂടുതൽ കഴിക്കുകയാണ് വേണ്ടത്. പക്ഷേ പാല് കഴിക്കുമ്പോൾ എപ്പോഴും അതിൽ നമ്മൾ പാലിൻ്റെ ചില തരം അലർജിക് നേച്ചറുണ്ട് പാലിന്. അതിന് വേണ്ടിയിട്ട് ഈ അനുയോജ്യമായ ഏതെങ്കിലും ഹെർബ്സ് ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. അതിലൊന്നാണ് മഞ്ഞൾപ്പൊടി ഇട്ട് പാല് തിളപ്പിച്ചിട്ട് പാല് മാത്രം കുടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ മറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ വെളുത്തുള്ളി ചേർക്കാം, ശതാവരി ചേർക്കാം. ഇത്തരം സാധനങ്ങൾ ചേർത്ത് പാല് തിളപ്പിച്ച് കുടിക്കുന്നത് ഓസ്റ്റിയോപോറോസിസിന് ഒരു പരിധി വരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വേറെ ഇതുപോലെയുള്ള അവസ്ഥകളിൽ ഹോട്ട് ഫ്ലഷാണ് എല്ലാവരും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ദേഹമാശകലം ചൂട്. ഈ ചൂട് നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ശതാവരി എന്ന് പറഞ്ഞാൽ ആസ്പരാഗസ് എന്ന പേരിൽ പുറം നാടുകളിലൊക്കെ അത് ടിന്നിൽ കിട്ടുന്ന രീതിയിൽ കിട്ടാറുണ്ട്. പക്ഷേ അച്ചാറിട്ടിട്ടും ഈ ശതാവരി കഴിക്കാറുണ്ട്. പക്ഷേ അത് പോസ്റ്റ് മെനോപോസൽ ഡിസീസിന് ഒരു കാരണവശാലും പറ്റുന്നതല്ല, അത് കഴിക്കരുത്. ശതാവരി കഴിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേഷ്യൻസിന് നിർദ്ദേശിച്ച് കൊടുക്കാറുള്ളത് ശതാവരിയുടെ നീര് 30 ml പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ്. അത് 1 നേരമോ 2 നേരമോ കഴിക്കുന്നത് ശരീരത്തിലുള്ള ചുട്ടുപുകച്ചിലിന് നല്ലൊരു പരിഹാരമാണ്. ഇതൊക്കെ ഹോം റെമഡി എന്നുള്ള രീതിയിൽ പറയാമെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ പോസ്റ്റ് മെനോപോസൽ അവസ്ഥയിൽ ആവശ്യമാണ്. ആയുർവേദത്തിൻ്റെ വിധിപ്രകാരം 25 വയസ്സ് മുതൽ മെനോപോസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാതിരിക്കാനുള്ള ഓരോ ചര്യകൾ തുടങ്ങേണ്ടതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം തോറുമുള്ള എണ്ണ തേച്ചിട്ടുള്ള ഉഴിച്ചിലുകൾ. അതിൽ നമ്മൾ സ്ത്രീകൾക്കാവുമ്പോൾ വേറെ തരം എണ്ണകളും ഇത്തരം യൂട്രൈൻ അല്ലെങ്കിൽ ഹോർമോണൽ കംപ്ലയിൻസിനുള്ള ഓയിലുകളാവുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലുകളാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വർഷം 35 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഉഴിച്ചിലും ഇത്തരം ആയുർവേദിക് വെൽനസ് തെറാപ്പിയും ചെയ്യുന്നവരിൽ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം നല്ലൊരു ശതമാനം കുറഞ്ഞിട്ടുള്ളതും തീരെ ഇല്ലാത്തതുമായിട്ടാണ് എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ സംരക്ഷണമാണ്. പോസ്റ്റ് മെനോപോസൽ ഏരിയയിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൽ WHO കണക്കനുസരിച്ച് ലിസ്റ്റ് ചെയ്തതിൽ 34 സിംറ്റംസ് പറയുന്നുണ്ട്. ഈ 34 എണ്ണത്തിൽ നല്ലൊരു ശതമാനവും സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിലിപ്പോൾ വരുന്നത് സ്കിൻ ഡ്രൈനെസ്, ഇച്ചിങ്, സോറിയാസ് പോലുള്ള രോഗങ്ങൾ, നംനെസ്, പിന്നെ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഇതിൽ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം റെഗുലറായിട്ടുള്ള എണ്ണ തേപ്പും കുളിയും നല്ലൊരു പരിഹാരമാണ്. പിന്നെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് പോസ്റ്റ് മെനോപോസൽ മെഡിസിനായിട്ട് കാണാറുണ്ട്. അതിൽ സാധാരണയായിട്ട് പറയാറുള്ളത് ഒമേഗ 3യും അതുപോലെ തന്നെ ഈവനിങ് പ്രൈം റോസ് ഓയിൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് ക്യാപ്സ്യൂളായിട്ട് കിട്ടും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന പലരിലും എൻ്റെ ഒബ്സർവേഷനിൽ മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിലും പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിലും ഇത്തരം മെഡിസിൻസ് വേണ്ടത്ര ഉപകാരപ്രദമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മളുടെ ജീവിത രീതിക്കും നമ്മുടെ ഭക്ഷണ രീതിക്കും അനുസരിച്ച് ഉള്ള പല ആയുർവേദ മരുന്നുകളുണ്ട്. ഞാനിവിടെ പ്രത്യേകമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഇങ്ങനെ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഉപയോഗിക്കാവുന്നതിൽ ചന്ദനവും രാമച്ചവും ചേർന്നിട്ടുള്ള ഒരു മെഡിസിനാണ്. അത് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാനും പറ്റും, എക്സ്റ്റേണലും പറ്റും. പ്രധാന കണ്ടൻറ്റ് ഇത് തന്നെയാണ്. ഇത് പലതരത്തിൽ നമുക്ക് തിളപ്പിച്ചിട്ടല്ലാതെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നാണ് ശതാവരി. പക്ഷെ നമ്മൾ പലപ്പോഴും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാറുള്ളത് അശ്വഗന്ധയാണ്. പക്ഷെ അശ്വഗന്ധ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോംസിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നല്ല. അതിന് ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചിലതരം ശരീരപ്രകൃതിക്ക് അശ്വഗന്ധ ചേരില്ല പോസ്റ്റ് മെനോപോസലായിട്ടുള്ള സിൻഡ്രോംസിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഭക്ഷണ രീതിയിൽ പ്രോട്ടീൻ ധാരാളമായി ഉൾപ്പെടുത്തുകയും കൂടുതൽ വാട്ടർ ഉള്ള ഫുഡ്സ് കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ എഗ്ഗ് നല്ലൊരു ചോയ്സാണ്. പാലിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഫുഡിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ രാവിലെ ഭക്ഷണത്തിൽ എഗ്ഗ് ഉൾപ്പെടുത്തുക, ഉച്ചഭക്ഷണത്തിൽ ധാരാളം വെജിറ്റബിൾസും നട്ട്സും ഉൾപ്പെടുത്തുക, രാത്രി ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് ഷുഗേഴ്സും കാർബോഹൈഡ്രേറ്റ്സും കുറക്കുകയാണെങ്കിൽ ഈ ഹോട്ട് ഫ്ലഷിനും പറ്റും. അതുപോലെ തന്നെ പോസ്റ്റ്മെനോപോസലായിട്ടുള്ള സ്കിന്നിൻ്റെ കെയറിനും കൂടി ഇത് ഇൻറ്റേർണലായിട്ട് ഈ ഒരു രീതി നല്ലതാണ്. പിന്നെ ആയുർവേദത്തിൽ പറയുന്ന മറ്റൊരു മരുന്ന് എള്ളാണ്. എള്ള് രാവിലെ കഴിക്കുന്നത് പോസ്റ്റ്മെനോപോസൽ ഇഷ്യൂസിലും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിലും കൂടി പറ്റുന്നൊരു ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ എഗ്ഗിന് പകരം എള്ള് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വെജിറ്റേറിയനാവുമ്പോൾ എള്ളായിരിക്കും കൂടുതൽ നല്ലത്. അത് എള്ള് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ധാരാളം തേങ്ങയും ചെറുപയറും ചക്കരയും ചേർത്തിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്നതും പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമിലെ ഹോട്ട് ഫ്ലഷിനും ചൊറിച്ചിലിന് ഒരു കാരണം ഡ്രൈനെസ്സാണ്. സ്കിൻ ഡ്രൈനെസ് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അതിനൊക്കെ ഒരു പരിഹാരമാണ്. കൂടാതെ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എള്ളെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാവിലെ എള്ളെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻറ്റേർണലായിട്ട് കഴിക്കാം, 30 ml വരെ കഴിക്കാം. പക്ഷേ ആ എണ്ണ ദഹിക്കുന്ന വരെ വേറൊന്നും കഴിക്കരുത്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു 21 ഡേയ്സിൻ്റെ ഒരു കോഴ്സായിട്ടൊക്കെ ഉപയോഗിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പലതരം ലേപങ്ങളും ഇതിന് ഉപകാരപ്രദമാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദനവും രാമച്ചവുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ലേപനങ്ങളിലും ഓയിലായിട്ട് ഉപയോഗിക്കുന്നതിലൊക്കെ ഇവയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവ ചേർന്നിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്, വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ഗുണപ്രദമായിട്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആ മരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ഇത് തന്നെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ നമ്മളതിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം മെൻ്റൽ ഇഷ്യൂസാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നായിരിക്കും ഈ ഇഷ്യൂസിൻ്റെ ഒരു തുടക്കം. പലപ്പോഴും കൗമാരക്കാരായ കുട്ടികൾ വീട്ടിലുണ്ടാവും. അതേ സമയത്തായിരിക്കും പോസ്റ്റ് മെനോപോസൽ ഇഷ്യൂസുള്ള അമ്മമാരും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് പലപ്പോഴും ഹസ്ബൻഡായിട്ടും മക്കളായിട്ടൊക്കെ ഇറിറ്റേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണമായി തീരാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് റിയലി ഈ പ്രശ്നമാണോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. പിന്നെ അതാണോ അതോ നമ്മൾ മറ്റ് പ്രശ്നങ്ങളാണോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. അടുത്തതായി ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച് ഉണ്ടാകുന്ന മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനം എനിക്ക് ആരുമില്ല എന്ന തോന്നലും എന്നെക്കൊണ്ട് ഇനി കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, മുമ്പ് ചെയ്തിരുന്ന പോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലും, അതുപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരിക, ഒരു തരം ഇറിറ്റബിലിറ്റി, അത് കാണുമ്പോൾ മറ്റുള്ളവരുടെ വകയുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ മാനസികമായി വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നല്ല അവയർനെസ് ഉള്ള സ്ത്രീകൾക്ക് പോലും ഇത്തരം അവസ്ഥകളെ തരണം ചെയ്യാൻ പറ്റാറില്ല. കൂടാതെ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമിനെ കുറിച്ച് ബാക്കിയുള്ള ആളുകളിലുള്ള കാഴ്ചപ്പാട് കാരണം ചിലപ്പോൾ മക്കളും ഹസ്ബൻഡും വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സും ഇവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടും
കാണാറുണ്ട്. എല്ലാ കുറ്റങ്ങളും മെനോപോസൽ സിൻഡ്രോം ആണെന്ന രീതിയിലേക്ക് തള്ളാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഈ ഏജിൽ എത്തി നിൽക്കുന്ന വീടുകളിൽ, അങ്ങനത്തെ അമ്മമാരുള്ള വീടുകളിൽ പ്രായക്കാരായ കുട്ടികളും പ്രായമായ അച്ഛനോ അമ്മയോ എല്ലാം ഉണ്ടായിരിക്കാം. ചില പ്രശ്നങ്ങളെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ളത് ഈ എല്ലാം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു കുറ്റപ്പെടുത്തലുകളായി വരുന്നതായിട്ട് പല പേഷ്യൻസിൻ്റെയും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനായി നല്ല ഒരു വിശകലനം ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലത് പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കാണുന്നത് തന്നെയാണ്. ഇത്തരം അവസ്ഥകളിൽ മൈൻഡ്ഫുൾനെസ് അഥവാ മെഡിറ്റേഷൻ വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ പ്രശ്നങ്ങളെ വ്യക്തതയോടെ നോക്കിക്കാണുകയും അതിനൊരു പരിഹാരം എന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ സ്വയം പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഡോക്ടറെ കാണുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇത്തരം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും ഉറക്കം കുറവായിരിക്കും, ഉറങ്ങാൻ കഴിയില്ല, പലതരം വേദനകൾ ഉണ്ടായിരിക്കാം. ഈ മസിൽ ക്രാംസ് പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമിൽ വരുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോഴൊക്കെ ഉറക്കം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒട്ടും ഫ്രഷ്നെസ് തോന്നില്ല. ഇത് നമ്മുടെ അന്നത്തെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനെല്ലാം കൂടിയുള്ള ഒരു പരിഹാരം ഒറ്റ വാക്കിൽ ഒരൊറ്റ കുടക്കീഴിൽ പറയാവുന്ന ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ റെഗുലറായിട്ടുള്ള പ്രേയേഴ്സും ഒരു കുറച്ച് നേരമെങ്കിലും മിനിമം 20 മിനിറ്റെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയും അത് കഴിഞ്ഞ് ഒരു എണ്ണ തേച്ച് ഉള്ള കുളിയും എരിവും പുളിയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണവും ഫ്രൂട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഭക്ഷണവും ആയിക്കഴിഞ്ഞാൽ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അവസ്ഥ ബോഡിക്ക് സംജാതമാകുന്നതാണ്. ഇതിൽ നമ്മൾ ഈ എണ്ണ തേച്ച് കുളിക്ക് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ആസ്പെക്റ്റും മറ്റത് മെൻ്റൽ ആസ്പെക്റ്റും. ഇതുകൊണ്ട് വളരെയധികം റിലാക്സേഷൻ ബോഡിക്ക് കിട്ടും. അതുപോലെ തന്നെ മൈൻഡിന് കൂടെ നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഓയിലുകളാണ് ഈ സമയത്ത് ഉപയോഗിക്കേണ്ടത്. അതിൽ ഒരു ഓയിലാണ് ബലാശ്വഗന്ധാദി തൈലം എന്ന് പറയുന്നത്. അത് നമുക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ തന്നെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. മറ്റു മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ സ്വന്തം ഹെൽത്ത് കെയർ ചെയ്യുന്നതിന് കുഞ്ഞുങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വീടോ ഒരിക്കലും തടസ്സമാവരുത്. വീട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ സ്ഥിതി എന്താവും, എനിക്ക് വീട് കേടുവന്ന് പോവും എന്നൊക്കെ വിചാരിച്ച് ഒരു ടൂറ് പോവുകയോ അതല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോവുകയോ ചെയ്യാതെ ഇതിൻ്റെ ഒരു വലയത്തിൽ മാത്രം പെട്ടുകിടക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ നമ്മൾ അവയുടെ സംരക്ഷകരായി മാറരുത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാനസികമായും ശാരീരികവുമായിട്ടുമുള്ള ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്ന് ചികിത്സകൾ ചെയ്യുകയോ അതുമല്ലെങ്കിൽ ടൂറ് പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുകയോ അതുമല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന നിലക്ക് നമുക്ക് അറിയാവുന്ന ചെറിയ സർക്കിളിലെങ്കിലും എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പതിപ്പിക്കുകയും ദാനങ്ങളും ധർമ്മങ്ങളും ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഈ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമിനോട് ചേർത്ത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിലെ ഓരോ കാര്യത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആയുർവേദത്തിൻ്റെ എസൻസ് എന്ന നിലയിൽ ആയുർവേദ ശാസ്ത്രം ഒരു ശരീരത്തിനും മനസ്സിനും അതുപോലെ തന്നെ സ്പിരിച്വൽ ആസ്പെക്ട്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ശാസ്ത്രമായതുകൊണ്ട് ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ എസൻസിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.